മുനാഫിക്കീങ്ങൾ എന്ന് പറഞ്ഞാലേ അവർ പറയുന്നത് ഒരു കാര്യം ചെയ്യുന്നത് മറ്റൊന്നായിരിക്കും. അതുപോലെയാണ് വഹാബികൾ എന്ന് പറയുന്നത്. അവർ അവരുടെ അൽമനാറിൽ പറയുകയാണ്, ഇസ്ലാമിനെ അതിൻ്റെ പ്രമാണങ്ങളിലൂടെ പഠിക്കണം. ആദ്യ മുസ്ലിങ്ങൾ എങ്ങനെ ഖുർആനിലൂടെ ഇസ്ലാമിനെ മനസ്സിലാക്കിയോ അതുപോലെ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യകാല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് സ്വഹാബത്താണ്. നബി തങ്ങളെ കണ്ട് കേട്ട് ഇസ്ലാം പഠിച്ചവരാണ്. അങ്ങനെ ഇസ്ലാമിനെ പഠിച്ചെടുത്തവരാണ് ആര്? സ്വഹാബത്ത്. ആ സ്വഹാബത്ത് അതിൽ പ്രമുഖനാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അവർ ജുമുഅക്ക് 2 ബാങ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മുജാഹിദ് പള്ളികൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം അവർ കൊടുക്കാറില്ല. അപ്പോൾ ആദ്യകാല മുസ്ലിങ്ങളായ സ്വഹാബത്ത് ചെയ്തതുപോലെയാണോ അവർ ചെയ്യുന്നത്? അല്ല. അവർ പഠിപ്പിച്ചതുപോലെയാണോ? അല്ല. അപ്പോൾ അവരെന്താണ് പറയുന്നതൊന്നും ചെയ്യുന്നത് മറ്റൊന്നാണ്. അതുപോലെ തന്നെയാണ് സ്വഹാബത്ത് തവസ്സുൽ ഇസ്തിഗാസ ഒക്കെ ചെയ്തവരാണ്. നബി തങ്ങളെ മേൽ മദ്ഹ് പാടിയവരാണ്. അപ്പോൾ ഇത്തരത്തിൽ വഹാബികൾ ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിലൊക്കെ വഹാബികൾ ആദ്യകാല മുസ്ലിങ്ങളോട്, അവരുടെ ഭാഷയിൽ ആദ്യകാല മുസ്ലിങ്ങളോട് അതെന്താണ്, അവരെ എതിരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മുനാഫിക്കീങ്ങളെ കൂടെ നമുക്ക് കൂടണോ? വേണ്ടല്ലോ. നമ്മൾ ചിന്തിച്ചു നോക്കൂ. യഥാർത്ഥമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നവരാണ് യഥാർത്ഥമായ അവിടുത്തെ സ്വഹാബത്ത് പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതിൽ നമുക്ക് ജീവിക്കാൻ, അടിയുറച്ച് ജീവിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.